ആ മോളിൽ മച്ചാനെ എല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ വരയിലൂടെ ഒരു യാത്ര പാർട്ട് 7 സ്വാഗതം. അപ്പോൾ നമ്മൾ കുമാരകോടിയിൽ നിന്ന് ആശാൻ്റെ സ്മാരകമൊക്കെ കണ്ട് അവിടെ നിന്ന് കണ്ട് നേരെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ റൈറ്റിലോട്ടുള്ള വഴിയില്ല, ആ വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വരുന്നത്. നേരെ ഈ പാലം കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ നാഷണൽ ഹൈവേയിലോട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കായംകുളം ആലപ്പുഴ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ എത്തി നിൽക്കുന്നത് കായംകുളത്താണ്, കൃഷ്ണപുരം എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മളിതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ളൊരു കാർട്ടൂണിസ്റ്റായിരുന്നു ശങ്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൃഷ്ണപുരത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ആർട്ട് മ്യൂസിയം സ്ഥാപിച്ചിട്ടുണ്ട്. അതാണിത്. കൂടാതെ തന്നെ ആർട്ട് ഗാലറി ഉണ്ട്, ഇവിടെ എക്സിബിഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാവുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ പണിത് പുറത്ത് ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റുമായിട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം ചെറിയൊരു ഗാർഡനും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറണം. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, വെറും 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആർട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ വഴി വരണം. ഇവിടെ അടിപൊളി നല്ല വരച്ചു വെച്ച ചിത്രങ്ങളുണ്ട്, നമുക്കതൊക്കെ കാണാം. അപ്പോൾ ഇതൊന്നും കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ അല്ല. അപ്പോൾ ഇതൊക്കെ എക്സിബിഷൻ നടക്കുമ്പോൾ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വരച്ച് അവരോട് വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഓരോ ചിത്രത്തിൻ്റെ അടിയിലും ആർട്ടിസ്റ്റിൻ്റെ പേരും കോൺടാക്റ്റ് നമ്പറൊക്കെ ഉണ്ട്. ഇപ്പോൾ വരച്ചതെല്ലാം അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് വലിയൊരു കാർട്ടൂൺ മ്യൂസിയം തന്നെ ഉണ്ട് ശങ്കറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വളരെ വൈകിട്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് അറിഞ്ഞത്. നമ്മൾ യൂട്യൂബിൽ ഇതേയുള്ള വീഡിയോസ് ആളുകൾ കാണില്ല എന്നുള്ളതാണ് ഇതൊന്നും അറിയാതിരിക്കാനുള്ള ഒരു കാരണം. ശരിക്കും പറഞ്ഞത് അറിയണം, നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടമാണ്. അപ്പം ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ 7ാമത്തെ വയസ്സിലാണ് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് കാർട്ടൂൺ വരയ്ക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വരച്ച കാർട്ടൂൺ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. 1500-ൽ പരം കാർട്ടൂണുകൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അതും വിമർശിച്ചുകൊണ്ടാണ് വരച്ചിട്ടുള്ളത്. അതിൽ വേറൊരു രസം എന്ന് പറയുന്നത് ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നെഹ്റു എന്നും കൂടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ആർട്ട് മ്യൂസിയത്തിൻ്റെ നമ്മുടെ പോകുന്ന വഴികളിലായിട്ടൊക്കെ കലാകാരന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കല്ലിലും മരത്തിലുള്ള ശില്പങ്ങൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയൊരു മരത്തിൽ പണിതിരിക്കുന്നത് മഹാഗണി മരത്തിൻ്റെയാണ്. അതിൽ എഴുതിയും വെച്ചിട്ടുണ്ട് ആരാണ് ചെയ്തത്, എപ്പോഴാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ കലാകാരന്മാർ കൊടുത്ത ആർട്ട് വർക്കുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ കാർട്ടൂണുകളുള്ള ആ ഒരു ഹാളിലോട്ടാണ് ചെല്ലുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണിത്. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലും അദ്ദേഹത്തിൻ്റെ തന്നെ കാർട്ടൂണുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമാകും. ഇപ്പോൾ കാണുന്നവർക്ക് മടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വേഗത്തിൽ കാണിക്കുന്നത്. അദ്ദേഹം കൃഷ്ണപുരത്താണ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ട് മുത്തശ്ശൻ ആണ് അദ്ദേഹത്തെ വളർത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജവഹർലാൽ നെഹ്റുവുമായിട്ടൊക്കെ നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇത്. അദ്ദേഹം മരിച്ചപ്പോൾ പേപ്പറിൽ വന്നൊരു ന്യൂസ് കട്ടിങ്ങാണ്. അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെയാണ് അദ്ദേഹം കാർട്ടൂണിലൂടെ വരച്ചത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണി വരെ സമയമുണ്ട്. കാലത്ത് 9 മണിയാണോ 10 മണിയാണോ എന്ന് ഓർമ്മയില്ല.
വന്നു കഴിഞ്ഞാൽ വളരെ സാവധാനം എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് പോവാം. അദ്ദേഹത്തിൻ്റെ വരകളൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ കുറേ സമയം നിന്ന് നോക്കണം, ഓരോ ചിത്രങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കില്ല, അപ്പോൾ ടൈം ഒരുപാട് എടുക്കും. ഇതൊക്കെ പുറത്തെ രാജ്യത്തു നിന്നുള്ള കണ്ടോ, ബംഗ്ലാദേശാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ ആർട്ട് വർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ശില്പങ്ങളൊക്കെ ഇവിടേക്ക് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള മെറ്റലിൽ ചെയ്തിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ, മേശ അതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളൊക്കെ നോർമലായിട്ട് പോർട്രേറ്റ് വരയ്ക്കും, പക്ഷേ എനിക്ക് വളരെ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയം ഈ കാർട്ടൂണിലൂടെയും അതുപോലെ തന്നെ ഭാവനയിൽ ഉൾക്കൊള്ളുകൊണ്ട് വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ട്. അവരെ വളരെ എന്താ പറയുക, വളരെ ബഹുമാനമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കഴിവെന്ന് പറയുന്നത്. ഇപ്പോൾ പോർട്രേറ്റ് വരയ്ക്കുന്ന ഒരാൾ ഇപ്പോൾ കഴിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ കുറച്ച് വരകൾ കൊണ്ട് നമുക്കൊരു ആശയം വ്യക്തമാക്കി തരാൻ എല്ലാവർക്കും കഴിയില്ല. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ ഓണെന്ന് പറഞ്ഞ് എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോഴേ ഇവിടെ വന്നുകൊണ്ടൊരു ഗുണമുണ്ടായി, നമുക്കൊരു സബ്സ്ക്രൈബറിന് കിട്ടി. അവിടെയുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് യൂട്യൂബ് ചാനലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാനൽ ഏതാണെന്ന് ചോദിച്ചു. ഒന്നും നോക്കിയില്ല, നേരെ പുള്ളിക്കാരത്തിൻ്റെ മൊബൈൽ മേടിച്ചങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. വീഡിയോസൊക്കെ കാണാമെന്ന് പറഞ്ഞു, സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.